ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങും ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങുമാണ്, അതുപോലെ കിട്ടു ടേസ്റ്റാണ് കേട്ടോ. 1/2 ലിറ്റർ പാല് മതി നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങും കൂടെയാണിത്. അപ്പോൾ അടിപൊളി പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ മെഷർമെൻറ്റ് കപ്പ് അറിയുന്നത് 250 ml ആണ് കേട്ടോ. അതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ചേർക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര മെൽറ്റായി വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളൊരു കടായി എടുക്കുക. അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് പാല് ചേർക്കുക. അതായത് 1/4 കപ്പ് പാല് ചേർത്ത് ഈ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇത് വേവിച്ചെടുക്കുന്ന പാത്രത്തിൽ തന്നെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കോൺഫ്ലോറും പാലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പാലാണ് ചേർക്കുന്നത്. അതായത് മൊത്തത്തിൽ നമ്മൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പാല്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിലോട്ട് വെറും 3 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നല്ല പോലെ തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. തിളച്ച് കുറുകി വരുന്നത് കാണുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് കുറുക്കിയെടുക്കാൻ. കണ്ടില്ലേ, അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേയിൽ റസ്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റസ്ക് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പുഡിംഗ് ട്രേയുടെ ഷേപ്പിനനുസരിച്ച് റസ്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഈ റസ്കിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റസ്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വെറും 1/2 കപ്പ് മാത്രമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലാതെ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ റസ്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സോഫ്റ്റ് ആക്കിയെങ്കിലും അതിൻ്റെ പുറമെ ചൂടോട് കൂടി ഈ ക്രീമും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ ഈ റസ്ക് ഉണ്ടല്ലോ, ഈ ക്രീം വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ പുഡിങ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്രീമിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ റസ്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ 3ാമത്തെ ലെയറായിട്ട് വീണ്ടും റസ്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ലെയർ മാത്രമായിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ലെയറായിട്ട് റസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ റസ്കിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് റസ്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടോട് കൂടിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ടോപ്പ് ലെയർ കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടോപ്പ് ലെയർ ഇവിടെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനിയിപ്പോൾ ഗാർണിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സോ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പുഡിങ് നല്ല ലെവലായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചതുരാകൃതിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇതിപ്പോൾ ഞാൻ വലിയൊരു ബൗളിൽ പുഡിങ് ഉണ്ടാക്കിയെന്നുള്ളൂ. നമുക്ക് ചെറിയ ബൗളിലും അതുപോലെ ഗ്ലാസ്സിലും ഒക്കെ ഇതുപോലെ തന്നെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. എന്താണെങ്കിലും ഈ പുഡിങ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു പുഡിങ്ങും കൂടെയാണിത്. അധികം ചിലവൊന്നുമില്ലാതെ റിസ്ക് വെച്ചിട്ടുണ്ടാക്കിയൊരു പുഡിങ് ആണല്ലോ. പിന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ലെയർ ഒഴിവാക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ക്രീം വെച്ച് മാത്രം വേണമെങ്കിലും ഈ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.